നമസ്കാരം. ഹൃദയപേശികളുടെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം നഷ്ടപ്പെടുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഹൃദയാഘാതം വരുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് നമ്മുടെ ശരീരം പല ലക്ഷണങ്ങളും നമുക്ക് കാണിച്ചു തരും. ഇത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കേഷൻ എടുക്കാനുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ഉണ്ടാവുന്ന പ്ലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്ന ആ ഭാഗങ്ങളിലുള്ള രക്തപ്രവാഹം ശരിയായിട്ട് നടക്കാണ്ട് വരുമ്പോഴാണ് ഇത്തരം ഹൃദയാഘാതം ഉണ്ടാവുന്നത്. സാധാരണയായിട്ട് നമ്മൾക്കെല്ലാം തന്നെ അറിയുന്ന ഒരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണം എന്നുള്ളത് നെഞ്ചുവേദന മാത്രമാണ്. നെഞ്ചുവേദന മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ലക്ഷണങ്ങൾ. നമുക്ക് ഹൃദയാഘാതമാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലല്ലാത്ത ചില ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയിരിക്കണം. പ്രധാനമായിട്ടും നെഞ്ചുവേദന വരുന്നൊരു ലക്ഷണം തന്നെയാണ്. അത് വരുന്നത് നമുക്കറിയാം, ഹൃദയം ഇരിക്കുന്നത് ഇടതുവശത്താണെങ്കിലും ഇടതുവശത്തലായിരിക്കില്ല വേദന വരിക. നെഞ്ചിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ ആണ് വേദന എന്ന് പറയാൻ വയ്യ. കടച്ചിലോ പുകച്ചിലോ പോലെ, എരിച്ചിൽ പോലെ, നെഞ്ചെരിച്ചിൽ വരില്ലേ, അതുപോലെയൊക്കെയാണ്. ആദ്യം നമ്മൾ നിസാരമായിട്ട് നെഞ്ചെരിച്ചിലാണെന്ന് പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ പല കേസിലും അത് പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇത്തരം അവസ്ഥയിൽ ഈ നെഞ്ചെരിച്ചിൽ കുറച്ച് സമയം നിന്നിട്ട് പിന്നീട് മാറുന്നില്ല. അത് പിന്നീട് നമ്മുടെ മുതുകിലേക്കും അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്കും ഇടത് കൈവശത്തിൽ, പ്രത്യേകിച്ച് രണ്ട് കൈയിലും വരാം, പക്ഷേ ഇടത് കൈയിൽ ഉൾവശത്തായിട്ട്, കൈക്ക് ഉള്ളിലായിട്ടൊക്കെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വേദന, കടച്ചിലും പുകച്ചിലും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നു, നമ്മൾ അധികം ആയാസകരമായിട്ടുള്ള ജോലിയൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും നമ്മുടെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്തും സാധാരണ ഒരു കിതപ്പൊക്കെ തന്നെ അതെല്ലാവർക്കും ഉള്ളതാണ്. ഇനി അധികം വ്യായാമം ചെയ്യാത്തവർക്കൊക്കെ പെട്ടെന്ന് വരാം. പക്ഷേ എങ്കിലും ഇതങ്ങനെയല്ല. നമുക്ക് നെഞ്ചിനകത്ത് എന്തോ ഒരു വലിയ ഭാരം എടുത്ത് മുകളിൽ വെച്ചതുപോലെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം, കിതപ്പ് കൂടുതൽ അനുഭവപ്പെടാം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നാം, ആ താളത്തിൽ തന്നെ വ്യത്യാസം വരാം. ഇനി ചിലർക്ക് അത് ഛർദ്ദിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നലാവാം. അല്ലെങ്കിൽ ദേഹം മുഴുവൻ തന്നെ, വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ദേഹം മുഴുവൻ വിയർക്കുന്നതായിട്ടുള്ള അനുഭവപ്പെടാം. വളരെയധികം ക്ഷീണം, തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാം. ഇനി വളരെ അസാധാരണമായിട്ട് കാണുന്ന ചിലതാണ് പല്ലിനൊക്കെ ആ ഭാഗങ്ങളിൽ പല്ലുവേദന പോലെ വരാം. ഒരു വേദന എന്ന് പറയാൻ വയ്യ, കടച്ചിലും നീറ്റിലൊക്കെ പോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ ആ ഭാഗങ്ങളിൽ കാണും. പിന്നെ ജോ ലൈനിൽ, നമ്മുടെ ഈ താടിയെല്ലുണ്ടല്ലോ, ആ ഭാഗങ്ങളിലും വേദനയും പുകച്ചിലും ഒക്കെ തന്നെ അനുഭവപ്പെടാം. ഇങ്ങനെ അസാധാരണമായിട്ട് എന്തെങ്കിലും നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടത് ആവശ്യമാണ്. നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പലതും ഇതുപോലുള്ള ഹൃദയാഘാതത്തിലേക്ക് വഴിവെക്കാറുണ്ട്. പൊതുവെ പുരുഷന്മാരിലാണ് സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദയാഘാത സാധ്യത കൂടുതലുള്ളത്. അതിൻ്റെ കാരണം തന്നെ ഒരു 50, 45, 50, 52 വയസ്സ് വരെയൊക്കെ തന്നെ ആർത്തവം ഉള്ള സ്ത്രീകളായിരിക്കും. ഈ ആർത്തവ വിരാമത്തിന് ശേഷമാണ് പിന്നീട് ശരീരത്തിൽ ഈസ്ട്രജൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു 50 വയസ്സ് വരെ തന്നെ അവരെ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ സംരക്ഷിച്ച് നിർത്താറുണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും. ഇതൊക്കെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ തടയിടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈസ്ട്രോജൻ ഹോർമോൺ എന്നുള്ളത്. ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇത്തരം ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് മുന്നേ കൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് പ്രമേഹ സാധ്യത, അല്ലെങ്കിൽ കൊളസ്ട്രോൾ അമിതമാകുന്നത്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നത്, ഇങ്ങനെയുള്ളതും അതുപോലെ പൊണ്ണത്തടി, സ്ട്രെസ്, സിഗരറ്റ് സ്മോക്കിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലേ, ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഹൃദയാഘാത സാധ്യത കൂടുതൽ തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തിൻ്റെ ആ വാളിനൊക്കെ തന്നെ, ഹൃദയ ഭിത്തിക്കൊക്കെ തന്നെ ഒന്ന് ബലം കൊടുക്കാൻ സഹായിക്കുന്നതാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മുടങ്ങാതെ ഒരു 30 മിനിറ്റെങ്കിലും ദിവസം വ്യായാമം ചെയ്യണം എന്ന് പറയുന്നത്. ഈ ഹാർട്ട് പമ്പിംഗ് ഒക്കെ തന്നെ കൂട്ടാനും കൂടെ അത് സഹായിക്കും. ഇൻഫെക്ഷന് അല്ലെങ്കിൽ ജോയിൻസിലൊക്കെ തന്നെ നീർക്കെട്ട് വരുന്നതോ, അസിഡിറ്റി പ്രശ്നങ്ങളോ, മസിൽ ഇഞ്ചുറിയോ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഹൃദയ ഭാഗത്തൊക്കെ തന്നെ വേദന വരാൻ കേട്ടോ. അത് ഒരൊറ്റ പോയിന്റിൽ മാത്രമായിട്ട് അത്തരം വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്
പറ്റുന്നുണ്ട്. നമുക്ക് എവിടെയാണ് വേദന എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഡോക്ടറിന് കഴിയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ശരീരത്തിൽ ഇത്തരം ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെയുള്ള വേദന ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായം, പാരമ്പര്യം എന്നിവ പോലുള്ള ചില അപകട ഘടകങ്ങളൊന്നും നമുക്കായിട്ട് ഒന്നും മാറ്റാൻ കഴിയില്ലെങ്കിലും ഹൃദയാഘാതം തടയാൻ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. ഈ പുകവലി ഉപേക്ഷിക്കുന്നതും അതൊക്കെ നമ്മുടെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന ഒന്നാണ് പുകവലി. ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പാടെ ഒഴിവാക്കുക. അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ, ഇനി അതുപോലെ പ്രോട്ടീനുകൾ കഴിക്കുന്നത്, സമീകൃതമായിട്ടുള്ള ആഹാരം തിരഞ്ഞെടുക്കുന്നത്, ട്രാൻസ് ഫാറ്റ്, കൊളസ്ട്രോൾ, സോഡിയം ഇവ ഒക്കെ തന്നെ പരിമിതപ്പെടുത്തിയിട്ടുള്ള ഉപയോഗം, അതുപോലെ പതിവായിട്ടുള്ള വ്യായാമം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്തുക. BMI ചെക്ക് ചെയ്ത് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിത ഭാരം ഹൃദയത്തെ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളത് ഈ ഹൃദയ ആരോഗ്യത്തിനെ വളരെയധികം പ്രശ്നത്തിലാക്കുന്ന ഒന്നാണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കുന്നത്, ധ്യാനം, യോഗ അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാൻ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പ്രമേഹം നിയന്ത്രിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. അതിൽ ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം, വ്യായാമം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഹൃദയാഘാത സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പലർക്കും അടിയന്തരമായിട്ടുള്ള ചില സേവനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് ഇത്തരം ലക്ഷണങ്ങളെ ഒക്കെ, ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇത്തരം പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായി ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. പൾസോ ബ്രീത്തിങ്ങോ ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് രോഗി പോവുകയാണെങ്കിൽ ഉടനെ തന്നെ CPR, ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് അത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാലും തന്നെ ഈ ഒരു ഉടനടി ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ CPR ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമ്മുടെ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്നും ഡോക്ടർമാർക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യങ്ങളല്ല, നമ്മൾ സാധാരണ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് മറ്റൊരാൾക്ക് സഹായം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അറിയില്ല എന്നോർത്തിട്ട് പിന്നോട്ട് നിന്നിട്ട് ഒരു ജീവൻ അപകടത്തിലാക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാടേറെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടാനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒരു കാലത്ത് ഹൃദ്രോഗം എന്നുള്ളത് വാർദ്ധക്യ സഹജമായിട്ട് വരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മാറി മറിഞ്ഞിട്ടുള്ള ജീവിതശൈലി മൂലം നമുക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഇരുന്നു കൊണ്ടുള്ള ജോലിയും വ്യായാമക്കുറവും നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന വ്യത്യാസവും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ഹൃദയത്തിന് വേണ്ടത്ര വേഗത്തിൽ രക്തത്തെ പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ സിരകളിൽ ഇത് കട്ട പിടിക്കുകയും വിവിധ ശരീരഭാഗങ്ങളിലൊക്കെ തന്നെ വീക്കം ഉണ്ടാക്കുന്നു, നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഹൃദയ പ്രവർത്തനങ്ങളുടെ ശക്തി കുറയുന്നത് വഴി വൃക്കകൾക്ക് ശരീരത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളവും സോഡിയവും ഒക്കെ നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതും പലവിധ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുമുണ്ട്. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ചധികം ഭക്ഷണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. അതിൽ ഒന്ന് ഇലക്കറികളും പച്ചക്കറികളും തന്നെയാണ്. ഇലക്കറികളിൽ തന്നെ ചീരകൾ, ഉലുവയില, മല്ലിയില, പുതിനയില എല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഫോളിക് ആസിഡ്, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയിലെല്ലാം ഇലകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടാതെ കൊഴുപ്പ് കുറവും അതുപോലെ നാരുകൾ കൂടുതലുമാണ്. ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നതിനൊപ്പം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഓട്സ്. പ്രഭാത ഭക്ഷണം ഓട്സ് ആക്കുന്നത് നല്ലതാണ്. അതും തന്നെ സ്റ്റീൽ കട്ട് ഓട്സ് ആയിട്ടുള്ളതാണ്. വളരെയധികം തിന്നായിട്ട് റിഫൈൻ ചെയ്ത് വരുന്ന രൂപത്തിലുള്ളതല്ല ഉദ്ദേശിച്ചത്. മുഴുവനായിട്ടുള്ള ഓട്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ധാന്യങ്ങളിൽ തന്നെ ഗോതമ്പ്, അരി, ബാർലി, ചോളം ഇത്തരം ധാന്യങ്ങളെല്ലാം തന്നെ ആഹാരത്തിൽ ധൈര്യമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. ഇവയിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായ നാരുകളും വൈറ്റമിനുകളും ഹൃദയത്തെ കാക്കുന്നതിനോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ K രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഹൃദ്രോഗത്തിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്.
അതുപോലെ ആപ്പിൾ ആയാലും ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്നുള്ളതില്ലേ. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ കാക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B1, B2, വൈറ്റമിൻ കെ തുടങ്ങിയ 10ഓളം വൈറ്റമിനുകളും മിനറൽസും ധാരാളം ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. രക്തം കട്ട പിടിക്കുന്നത് തടയാനൊക്കെ ആപ്പിളിന് ഒരു ചെറിയ കഴിവും കൂടെ ഉണ്ട്. ബദാം കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തെ കാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ എന്നിവ കൊഴുപ്പിനെ അകറ്റി ഹൃദ്രോഗത്തെ തടയുന്നുണ്ട്. അതുപോലെ റെഡ് വൈൻ എന്നുള്ളത് മിതമായിട്ടുള്ള ഒരളവിലൊക്കെ കഴിക്കുന്നത് ഹൃദയത്തെ കാക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ ആൻറ്റി ഓക്സിഡൻസുകൾ രക്തധമനികളെ കൊഴുപ്പടിയുന്നത് തടയുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.